എനിക്ക് എന്റെ ഐഡിയാസ് ഒന്നും എനിക്കിതുവരെ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അത് കേട്ട് കഴിഞ്ഞാൽ വേറെ ആരെ പറ്റിയും പറയൂല. ആണല്ലേ? അപ്പോഴും വാസുവിന് ഡ്രൈവർ ആവാനാണ് താല്പര്യം എന്നാണ് പറഞ്ഞ കള്ളൻ സാർ വേറെ ആന്റിയെ അല്ല അലിയേ. അയ്യോ അല്ല, വാസുവിന് ഡ്രൈവർ ആയാ മതി. അല്ലല്ലല്ല, ഡ്രൈവർ വേണ്ട, ഡ്രൈവർ വേണ്ട, ഡ്രൈവർ വേണ്ട, മള്ളി ഇതാ ഈ തൊപ്പിതാ. വേണ്ട, 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 വേണ്ട. ജോലി ഞാൻ എന്താ ചെയ്യണ്ടേ? ഇല്ലെന്ന് ആദ്യം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. അക്കൗണ്ടിലൊരു ഒരു സെക്കൻഡ് അക്കൗണ്ടിലൊരു 1000 രൂപ വെച്ചിട്ടുണ്ട്. 2 ഫ്രൂട്ടി 3 ഫ്രൂട്ടി ഒന്ന് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് 3 ഫുഡിയോ? ഓക്കെ ശരി. വേറെ എന്തെങ്കിലും കടിക്കാൻ? കടിക്കാന് 2 വട എടുത്തോ ഇന്നൂടാ. തൊളാന്നല്ല വലിയത് നോക്കി എടുക്കണം കേട്ടാ, ചെറുത് വേണ്ട. തുളയില്ലാത്ത തൊള അങ്ങനെ ഒരു ഇതുണ്ടേ. അലിക്കാക്ക് തുളയില്ലാത്ത, എനിക്ക് തുള വലുതുള്ളതാണ് കഴിക്കാറ്. അതെ അതെ. അല്ല, എന്റെ ജോലി എന്തൊക്കെയാണ്? ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ടി? ജോലി എന്ന് പറഞ്ഞ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞ ഹനനമാണ്. ഞങ്ങള് അലിയ ഒറ്റ കാര്യം ചോദിക്കാം. നമ്മള് ജോലിക്ക് വരുന്നതിന് മുമ്പ് ആദ്യം അറിയണ്ട നമ്മുടെ കമ്പനിയുടെ പേരെന്ന് പറഞ്ഞേ. ടണൽ ടൈറ്റൻസ്. അടിപൊളി അലിയേ. എന്തരിത് ഭാഷ ഉറപ്പിക്കരുതട്ടാ. ഞാൻ പണ്ട് തിരുവനന്തപുരത്ത് പറഞ്ഞ ആളുണ്ടായിരുന്നു. നമ്മുടെ ബാബു പഠിച്ചിട്ടോന്നൊക്കെ പറഞ്ഞു. സാർ നിങ്ങളുടെ കമ്പനി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനി അല്ലേ? നിങ്ങൾ രണ്ടുപേരെയും ബാബുവേ കമ്പനിയുടെ പേര് ചോദിച്ചപ്പോഴേ പറഞ്ഞെന്തോന്നറിയോ? ടണൽ ടൈറ്റൻസ് എന്ന്. അയ്യോ അല്ല സാർ, നമ്മളെ ഈ ഓഫീസിന്റെ പേരാ പുള്ളി പറഞ്ഞത്. മൊത്ത കമ്പനിയുടെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു മൊത്ത കമ്പനിയുടെ പേര്. മൈ മിസ്റ്റേക്ക്, സോറി. ഓക്കെ പുള്ളിക്ക് കഴിക്കാൻ എന്തേലും ഒന്നും വേണ്ട സാർ, ഒന്നും വേണ്ട. കഴിക്കാൻ വേണോ? ഇല്ല, ഞാൻ കഴിച്ചിട്ടാണ്. ഞങ്ങള് കോയ ഫാമിലീസ് പണ്ട് തൊട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് ഹനനം, അതായത് റൂബി, സ്വർണം, മിത്തരൈറ്റിന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണ് നമ്മുടെ മെയിൻ സാധനങ്ങള്. നമ്മൾ ഇതൊക്കെ വിറ്റാണ് നമ്മള് ഈ ഒരു ലെവലിൽ എത്തിയത്. മനസ്സിലായ? ഹനനം നല്ലല്ലോ സാർ. ബിഷപ്പ് ബാബു സോറി അലിയേ അതങ്ങോട്ട് പിടിക്കില്ലട്ടാ. അല്ലാതെ നമ്മള് സാർ ഞാൻ പെട്ടെന്ന് അങ്ങനെ സംസാരിച്ചെന്താന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ നിങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയാലും തിരുത്താൻ ഞാൻ കൂടെ ഉണ്ടാവും എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിട്ടാ. മനസ്സിലായോ? അഥവാ നാളെ നിങ്ങൾക്ക് ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ പോലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഒരു മൂവ് ആണെങ്കിലും നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്ക് കേപ്പബിലിറ്റി ഉണ്ട് എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇതാക്കി പറഞ്ഞത് സാർ. അല്ലാതെ ഒരിക്കലും സാറിനെ ഞാൻ മറ്റേ എതിർത്ത് പറഞ്ഞോ അല്ല തിരുത്താൻ വന്നതോ അല്ല. ഇവൻ കൊള്ളാം കേട്ടാ, ബാബുനെ പോലല്ല. വാസുവേ എന്തോ ബാബുവിന്റെ കൂട്ടുകാരൻ പറഞ്ഞപ്പോ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡിലാട്ടോ കണ്ടത്. അതാ ഇത്ര റൂഡായിട്ട് സംസാരിച്ചേ. നമ്മൾ ആ ഒരു ലെവലേ പ്രതീക്ഷിച്ചുള്ളൂ. ഇത് കൊള്ളാലോടാ. കൊള്ളാം, പൊളിയാണ്, കൊള്ളാം, നല്ല വെടിപ്പായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പുള്ളിയെ, വാസുവിനെ എനിക്ക് കുറെ കാലമായിട്ട് അറിയാം. അപ്പൊ പുള്ളിയായിട്ടുള്ള അത്രയും വലിയൊരു ബന്ധമുണ്ട് എനിക്ക്. അപ്പൊ അതാണ് ഞാൻ 100% ഉറപ്പ് നിങ്ങൾക്ക് പറയുന്നത്. പുള്ളിക്ക് ഇതിനെപ്പറ്റി നല്ല നോളജ് ഉണ്ട്. അതാണ് എനിക്ക് മുട്ടുകാണിക്കറാ. കൊഴപ്പില്ലെന്നേ. അതെങ്ങനെയാണ് നമ്മള് ചേട്ടനും അന്യനുമാണ്. പറ്റി പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? അലിക്കോയ ഞാന്, അണ്ടിക്കോയ അനിയൻ. സ്നേഹമുള്ളവര് അലിയേന്നും അണ്ടിയേന്നും വിളിക്കും. അപ്പൊ നമ്മുടെ കമ്പനിയുടെ പേര് പറ. അലിക്കോയ അണ്ടിക്കോയ. അപ്പൊ എന്താ കമ്പനിയുടെ പേര്? കോയാൻകോ. അതെ, അതെ. കൊള്ളാം സാർ. നിങ്ങളൊക്കെ ശരിക്കും ലിവിങ് ഇൻസ്പിറേഷൻസ് ആണ് ഈ സിറ്റിയില്. സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ സാർ, എനിക്ക് കൊച്ചിലോട്ടുള്ള ആഗ്രഹം നിങ്ങളെ പോലൊക്കെ ഒരാളാവണം എന്നാണ്. അതായത് ഇവിടെ ഓരോരുത്തന്മാർ സാറിന് ഇപ്പൊ എന്നെ കൊണ്ടെടുത്ത് വെളിയിലെടുത്ത് കണ്ട ഗ്ലാസ് ഒക്കെ തുറച്ച് നീല മുടി കെട്ടി കിടക്കണ്ട. ഇത് തന്നെ പടി. എന്ത് വേണേ ചെയ്യും. ഒരു 50 രൂപ കൊടുക്കാന്ന് പറഞ്ഞാ, ഇപ്പൊ പറയാ നാട്ടില് ഇപ്പൊ 50 രൂപ അവന് കൊടുക്കാന്ന് പറഞ്ഞാ നാട്ടിൽ SA വരെ തല്ലാൻ പോവാൻ റെഡിയാണ്. മനസ്സിലായോ?
പണിയുണ്ട് അവനുള്ള പണിയൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ട്. അങ്ങനത്തെ ഒരു പയ്യനാണ് അത്. പക്ഷെ അല്ല സാറേ, പുള്ളി നമ്മൾ പുള്ളി- അടിക്കുമ്പോ ലോട്ടറി അടിക്കണം, അല്ലെങ്കിൽ കുറച്ച് വമ്പൻ അടി അടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മള് ഞാനിപ്പോ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നിങ്ങൾ കോയ അണ്ണന്മാര് എന്നെ ഇതിനകത്ത് എടുത്തു എന്ന് വിചാരിച്ചു. ഇന്ന് തൊട്ട് നാളത്തേക്ക് പടപടപടേ ഈ കമ്പനി ഇപ്പൊ നിൽക്കുന്ന ഗ്രാഫിൽ നിന്ന് ഒരു 2 ലെവൽ മുകളിലോട്ട് പോണ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. വണ്ടിയേ ഉള്ളല്ലേ അത്രക്കൊക്കെ നമ്മുടെ വാസു ചിന്തിക്കണമെങ്കിൽ നീ ആലോചിച്ചോണം. ചെറുക്കൻ ഭയങ്കരായിട്ട് അങ്ങ് ഇൻട്രസ്റ്റഡ് ആയിട്ടാ. ഈ പോക്ക് പോയാ വണ്ടിയേ ഇവൻ നമ്മള് നമ്മളിരിക്കണ സീറ്റില് ഒരു 4 മാസം ആകുമ്പോ ഇരിക്കും. ഏതാ അയ്യോ, അങ്ങനെ ഒരിക്കലും എന്നെ കാണരുത്. അങ്ങനെ ഒരിക്കലും എന്നെ കാണരുത്. ഞാൻ നിങ്ങളെ ഒരുമാതിരി ചതിച്ച് മറ്റേ ഇതാക്കി അല്ലെങ്കിൽ ഇതൊക്കെ സ്വന്തമാക്കണം, അങ്ങനെ എനിക്ക് ഒരിക്കലും ഇല്ല. എപ്പോഴും എനിക്ക് ആ ഒരു നന്ദി ഉണ്ടാവും. അതായത് നിങ്ങൾ എന്നെ ഇപ്പൊ കൺസിഡർ ചെയ്യുന്നത് ആ ഒരു നന്ദി ജീവിതകാലം മൊത്തം എനിക്ക് നിങ്ങളോട് ഉണ്ടാവും. എന്റെ ദേഹത്ത് ഒരു 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 എന്റെ ചോര കണ്ടിട്ടെ നിങ്ങളുടെ ദേഹത്ത് ഒരു മണ്ണ് പോലും വീഴുള്ളൂ. ഇത് കൊള്ളാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് എണീറ്റിട്ട് നമുക്ക് ബാക്കിയുള്ള അപ്പൊ ചെറുക്കൻ എന്തായാലും നമ്മള് നോക്കി അതിൽ വെച്ചിട്ട് ഭേദമാണ്. അപ്പൊ നമുക്ക് എന്തായാലും പോവണ. അല്ലല്ലോ ഞാൻ അപ്പൊ നമുക്ക് താഴത്തെ നമ്മുടെ വർക്കിംഗ് ഏരിയയും ഫാക്ടറീസ് ഒക്കെ ഒന്ന് ചുറ്റി കണ്ടാലും വണ്ടിയെ സാർ പോകുന്നതിന് മുന്നേ അത് എന്റെ ഒരു മറ്റൊരു സുഹൃത്താണ് അമ്പത്തോടി അല്ല അമ്പു. അവനോട് അദ്ദേഹം പറഞ്ഞു. എക്സ്ക്യൂസ് മീ അകത്ത് കയറാൻ പെർമിഷൻ ചോദിക്കണം, വെളിയിലോട്ട് നിൽക്കണം, ഞങ്ങൾ അറിയിക്കാം. അന്നേരം മാത്രം അകത്തോട്ട് വന്നാൽ പ്ലീസ് ചെയ്തിട്ടുണ്ട് സാർ. ഞാൻ വെളിയിൽ ഇറക്കിയുണ്ട്. വാസു നീ കൊള്ളാം കേട്ടാ, എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഇടയ്ക്കൊന്നും ഇങ്ങനെ ഒരാളിനെ കണ്ടിട്ടില്ല. അണ്ടിയെന്ന് വിളിക്കുമ്പോ തന്നെ എന്താ സുഖല്ലേ വലിയേ. സത്യം നിന്നങ്ങ് കിടക്കാനും പറക്കാണ്. അപ്പൊ നമ്മുടെ ജോലിയുടെ കാര്യത്തിലോട്ട് പോവല്ലേ. ആളെ വിളിക്കണോ? ഞാൻ വേണമെങ്കിൽ വിളിച്ചിട്ട് വരാം. പുള്ളിക്ക് എന്തോ വിളിച്ചിട്ട് വരും. കമിൻ സൈഡ്. വൺ സെക്കൻഡ്. കയ്യിൽ എന്തെങ്കിലും ആയുധങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യണം. ഒന്ന് കൈ വെക്ക്. ഒന്ന് കുനിഞ്ഞു. നിന്റെ ആവശ്യമാണ് പൈസ. കണ്ട ഇവനെ ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. കാരണം കുനിയാൻ പറഞ്ഞപ്പോ കുനിയുന്ന മരുന്ന് ഇവിടെ വേണ്ടാ. കുനിയാൻ പറഞ്ഞപ്പോ കുനിഞ്ഞു കൊടുത്തോ നീ. അല്ല സാർ ബഹുമാനം കൊണ്ടാണ് സാർ, ബഹുമാനം കൊണ്ട് കമ്പനിയിൽ കുനിയുന്ന ഒരുത്തനില്ലടാ. നമുക്ക് വേണ്ടത് വാസുവിനെ പോലത്തെ ഒരു ആളിനെയാണ്. ഇതേപോലെ തെണ്ടുന്നതിന് നമുക്ക് വേണോ? അതല്ല, ഇവൻ നമ്മുടെ പാടത്ത് മറ്റേ കല്ല് കോരുന്ന പയ്യനാണ്. ഇപ്പൊ ഇവന് 15 ലക്ഷമാണ് ശമ്പളം. എന്തെങ്കിലും ഒന്ന് കൂട്ടി കൊടുക്കാൻ. ഇപ്പൊ ഇവന്റെ അച്ഛൻ കിടപ്പിലാണ് സാർ, കിടപ്പിലാണ് അവന്റെ അച്ഛൻ. ഇപ്പൊ പുള്ളിക്ക് ഒരു ജോലിക്കും പോകാൻ പറ്റുന്നില്ല. പണ്ട് പുള്ളി ഒരു ജോലി ചെയ്തതോടുകൂടി കിടന്നു പോയതാണ് സാർ. അപ്പൊ എങ്ങനെയെങ്കിലും അവന് വേണ്ടിട്ട് ഈ ദാരിദ്ര്യം പറയുന്നവർക്കൊക്കെ പൈസ വരി കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഗ്രോത്ത് ആണ് വലുത്. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാലേ, ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അതിലിടപെടും. കരഞ്ഞു കാണിക്കണവന്മാരാണ് ഏറ്റവും വലിയ ഫ്രോഡുകൾ. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കോടെ ഗ്രാഫ് മേളിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലത്തെ കുറച്ച് സെന്റിമെന്റ്സുകൾ നിങ്ങൾ മറക്കണം. ഇവിടെ നമ്മുടെ ഏരിയയില് ഭയങ്കര പവർ കട്ടാണ്. ഇടയ്ക്ക് പോകും. അപ്പൊ ആ കമ്പി ഇടയ്ക്കൊക്കെ പൊട്ടി വീഴും. അതൊന്ന് വലിച്ചു കെട്ടണ പണി ചെയ്യാവാ. ജോലിയും പണ്ണോന്നല്ലേ പറഞ്ഞേ. എന്നാ പോയി പണ്ണ്. നമുക്ക് വന്ന് അത് ചെയ്യാൻ
അപ്പൊ വാസു വരിക ഞാൻ വണ്ടി എടുക്കട്ടെ സാർ, വണ്ടി എടുക്കട്ടെ സാർ, വണ്ടി എടുക്കട്ടെ. അമ്പത്തൂര് വാസു ഇട്ടേക്കുന്ന ഡ്രസ് ഉണ്ടടാ, അതുപോലൊക്കെ ഒന്ന് ഇട്ടോണ്ട് വാസു വാടാ. ഇങ്ങോട്ട് വന്ന്, വാസു ഇങ്ങോട്ട് വന്ന്. സാർ ഞാൻ പിച്ചക്കാരനെ പിച്ചക്കാരനെയൊക്കെ ഇവിടെ കയറ്റി ഇടേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? My friend, my friend, സെന്റിമെന്റ്സിൽ my അങ്ങ് friend. എടുത്തു പോയതാണെന്നേ സെന്റിമെന്റ്സ്. സെന്റിമെന്റ്സ് ഭയങ്കര നമ്മളെ താഴത്തെ വർക്കിംഗ് ഏരിയ കാണിച്ചിട്ട് പോയാലോ? എന്ത് പറയുന്നു? പിന്നെ ബാബുവിനെ പറ്റി പറയണേ, ബാബുക്ക് ഇച്ചിരി കഴിവ് തെളിച്ച ആളാട്ടാ. ആണാ? അതുകൊണ്ടാണ് നമ്മള് കൂടെ നിർത്തിയേക്കുന്ന വണ്ടിയില്. നമ്മള് ശരിക്കും പറഞ്ഞ ആള് ഡ്രൈവർ ആണെങ്കില് ബിസിനസ്സിലെ പല മീറ്റിങ്ങിനും വണ്ടി ഇരുന്നാണ് സംസാരിക്കാറ്. ആണോ? അയ്യോ, വിശ്വസിക്കുന്ന ഒരാളെ സാറിന് ഡ്രൈവറായിട്ട് ശരിക്കും കൂട്ടാൻ എന്റെ പറ്റുള്ളൂ. ഐഡിയാസ് ഒന്നും എനിക്കിതുവരെ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അത് കേട്ട് കഴിഞ്ഞാൽ വേറെ ആരെ പറ്റിയും പറയൂല. ആണല്ലേ? അപ്പൊ വാസുവിന് ഡ്രൈവർ ആവാനാണ് താല്പര്യം എന്നാണ് പറഞ്ഞ കള്ളൻ അണ്ടിയെ അല്ലെ അല്ലിയേ. അയ്യോ, അല്ല. വാസുവിന് ഡ്രൈവർ ആയാ മതി. അല്ലല്ലല്ല, driver വേണ്ട, driver വേണ്ട, driver വേണ്ട. കൊള്ളാല്ലോ. ആ, മള്ളി ഇതാ ഈ തൊപ്പിതാ. വേണ്ട, 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 അതങ്ങ് ഊരിക്കൊടുത്തേക്ക് വേണ്ട, വേണ്ട. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഡ്രൈവർ. അല്ലല്ല, അല്ലാതെ വേണ്ട, അല്ലാതെ തന്നെ ഐഡിയ പറഞ്ഞോളൂ, അല്ലാതെ തന്നെ ഐഡിയ പറഞ്ഞോളൂ. ഇടയ്ക്കിടയ്ക്ക് ആ ഫാൻ നിൽക്കും. വാസു ഫ്രണ്ട് ഒന്ന് ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് എക്സ്ക്യൂസ് മീ, ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മുതലാളി ഇതൊരു വിളി വരുന്നുണ്ട് കേട്ടോ. അവന്റെ തമാശ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. മൈരിയാൻ മുദ്രപത്രം അടിച്ചു മള്ളി. പഠിച്ച കുഴിയത്തുള്ള രണ്ടെണ്ണം ഞാൻ ഇതിൽ ഞാനൊരു കാര്യം പറയട്ടെ, അണ്ടിയെ മുതലാളിയോട് വിളിക്കാൻ പറഞ്ഞില്ലേ മള്ളി? അണ്ടിയെന്ന് വിളിക്കാൻ പറഞ്ഞ ആളില്ലേ?